നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം, ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അതിന് വേണ്ടി 3 മുട്ട എടുത്തു. ഞങ്ങളിപ്പോൾ 3 പേരുള്ളതുകൊണ്ടാണ്, 3 പേർക്കാണ് ഉണ്ടാക്കുന്നത്. 3 പേരുള്ളതുകൊണ്ടാണ് 3 മുട്ട. അതനുസരിച്ച് നമ്മൾ ആളനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. നല്ലൊരു ഹെൽത്തി റിച്ച് ബ്രേക്ക്ഫാസ്റ്റാണ്. ആ മുട്ട നല്ലതായിട്ട് ബീറ്റ് ചെയ്തു. നല്ല ഒന്നുമില്ല, അത് ബീറ്റർ വേണമെന്നൊന്നുമില്ല, സ്പൂൺ ഇട്ടാന്നേലും ബീറ്റ് ചെയ്യാം. നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സവോള, ഇത് 2 മീഡിയം സവോളയായി, 3 മുട്ടയ്ക്ക് 2 സവോള, മീഡിയം സവോള. അത് ഇച്ചിരി ചെറുതായിട്ട് വേണമെങ്കിൽ അരിയാം. എനിക്ക് ധൃതി പോയതുകൊണ്ട് ഞാനിങ്ങനെ അരിഞ്ഞു. ആ സവോള അങ്ങോട്ടിട്ടു. അത് നല്ലതായിട്ട് അതിനകത്ത് മുട്ടയ്ക്കകത്ത് മിക്സ് ചെയ്തിട്ട് 2 തക്കാളി, 2 മീഡിയം സൈസ് തക്കാളി, അത് ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ടു. 2 ക്യാപ്സിക്കം, ഞാൻ കുറച്ച് ക്യാപ്സിക്കം എടുത്ത് മാറ്റി വെച്ചിട്ട് ആ ക്യാപ്സിക്കം ഇട്ടു. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കരിവേപ്പില ഇട്ടു. എഗെയിൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 സ്പൂണ് പെപ്പർ, കുരുമുളക് പൊടി, കുറച്ച് അതിൻ്റെ പരുവത്തിനുള്ള ഉപ്പ്, ഈ മുട്ടയ്ക്കുള്ള ഉപ്പ്, ഒരു ചെറിയ സ്പൂൺ ഉപ്പ്, കുറച്ച് മുളക്, ഇത് കാശ്മീരി ചില്ലി, അതിന് വലിയ എരിയില്ല, കളറേ ഉള്ളൂ. കുറച്ച് മുളക് പൊടി, കുറച്ചൊരു മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇത് വിട്ടിട്ട് തിരിച്ച് നല്ലതായിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടൊരു കടായി വെച്ചു. കുറച്ച് ബട്ടറോ ഗീയോ, ബട്ടർ ഇടാൻ ഞാനിപ്പോൾ ഗീ ഇടുന്നത്. ഗീ ഇട്ടു. അത് നല്ലതായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നല്ലതായിട്ട് മെൽറ്റാകട്ടെ. എന്നിട്ട് ആ ബ്രെഡ്, ഇപ്പം ഞാൻ 3 ബ്രെഡാണ് വെക്കുന്നത്. 3 പേർക്ക് 3 ബ്രെഡ് അങ്ങോട്ട് വെച്ചു. ബ്രെഡ് കട്ട് ചെയ്തും വെക്കാം, ചെറിയ പീസാക്കി വെക്കാം. എന്നിട്ട് ഈ മുട്ടയിൽ ഈ നമ്മളുണ്ടാക്കിയ ഇത് കുറച്ചങ്ങോട്ട് ഇട്ട് നല്ല എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തു. നല്ല ഒന്ന് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തീ കുറച്ച് വെച്ചാൽ മതി. ഒത്തിരി തീ വെച്ചാൽ ബ്രെഡ് അങ്ങ് പെട്ടെന്ന് കരി. തീ കുറച്ച് വെച്ച് മൂടി വെക്കുക. ഒരു 2 മിനിറ്റ്, തീ സിമ്മേലാണ്. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഒന്ന് ഇളക്കി നോക്കാം. ഒന്നുകൂടെ ഒന്ന് വേകട്ടെ. ഏറ്റവും കൊച്ചു തീയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിനകത്ത് തന്നെ ആ പ്ലേറ്റിൽ തന്നെ ഒന്ന് തിരിച്ചെടുത്തോണ്ട് വരാം. ആ പ്ലേറ്റിലോട്ട് തന്നെ എടുത്ത് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ വെക്കാം. നല്ലതായിട്ട് മുട്ട എടുത്തുണ്ടാകും. ബ്രെഡൊക്കെ നല്ലതായിട്ട് വെന്തു. എന്നിട്ട് ഇതിൻ്റെ പുറത്തൊരു ശകലം ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ഒഴിക്കാം. തീ സിമ്മേ വെക്കാൻ ശ്രദ്ധിക്കണം, തീയെ കരിഞ്ഞു പോലെ. ഇച്ചിരി കെച്ചപ്പ് ഒഴിച്ച് ആ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതും എല്ലായിടത്തും തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് 2-3 ഇച്ചിരി ക്യാരറ്റിൻ്റെ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ബാക്കി വെജിറ്റബിൾ നമ്മൾ ഓൾറെഡി അതിനകത്ത് മുട്ടയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും വെച്ചു. ആ ക്യാപ്സിക്കം മുറിച്ച് വെച്ചതിൻ്റെ ബാക്കി കുറച്ച് ക്യാപ്സിക്കം, ഓൾറെഡി ക്യാപ്സിക്കം ഇട്ടതാണ്. കുറച്ച് ക്യാപ്സിക്കം ഇട്ടിട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്ക് ഈ സ്ലൈസ് ചീസുണ്ട്, സ്ലൈസ് ചീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്ക്, അതൊരു 5-6 എണ്ണം അതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുക. തിരിച്ച് നമുക്ക് മൂടി വെക്കാം. സിമ്മേലാണ്, എപ്പോഴും ശ്രദ്ധിക്കണം, തീ സിമ്മേ ഇരിക്കണം. അത് തിരിച്ചൊരു ആ ചീസ് ഒന്ന് മെൽറ്റ് ആവണം. ചീസ് ഒന്ന് ചെറുതായിട്ട് മെൽറ്റായിട്ട് തുടങ്ങിയാൽ മതി, നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല റിച്ചായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, സൂപ്പറായിട്ട് എളുപ്പമാണ്. തിരിച്ച് നമുക്ക് അതേപോലെ അടുത്ത് ഉണ്ടാക്കുമ്പോൾ മുട്ട ആദ്യമേ ഒഴിച്ചു, നേരത്തെ ബ്രെഡാണ് വെച്ച്, ആദ്യമേ മുട്ട ഒഴിച്ചിട്ട് ബ്രെഡ് സ്ലൈസ് ചെയ്ത് അതിൻ്റെ മേലെ വെച്ച്, ഇത് ഇച്ചിരി ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കാം. ബ്രെഡ് സ്ലൈസ് ചെയ്ത് മേലെ വെച്ചിട്ട് അത് നമുക്കതുപോലെ മൂടി വെക്കാം. മൂടി വെച്ച് അത് തിരിച്ചിട്ട് നല്ലതായിട്ട് വെന്തു. മുമ്പേ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് കുറച്ച് കെച്ചപ്പ്, കുറച്ച് ക്യാരറ്റ് ഇട്ടു. അതിൻ്റെ പുറത്ത് വെച്ച് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് ആ കെച്ചപ്പ് ഒന്ന് നിരത്തിയിട്ട്
തിരിച്ച് അതിൻ്റെ പുറത്ത് ചീസ് വെച്ച് നല്ലതായിട്ട് മൂടി വെച്ച് അതും എടുക്കാം. അതൊന്ന് വേകുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിടാം. മുമ്പത്തെ മാതിരി ഒന്ന് ഇളകി വരുമ്പോൾ ഒന്ന്